ഞാൻ ഡോക്ടർ സുമയ്യ MBBS കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ MD കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ ചെയ്തു. MD ഇൻ പീഡിയാട്രിക്സ്. ഐ കംപ്ലീറ്റഡ് മൈ DNP പീഡിയാട്രിക്സ്, PGDM. ഞാൻ DM എയിംസ് ഡൽഹിയിൽ എനിക്ക് കിട്ടി. ഓൾദോ ഐ ഡിസൈഡഡ് നോട്ട് ടു ഗോ. ഈ നീണ്ട 12 years ഞാൻ 40x സ്പീഡിലിട്ട് പറഞ്ഞപ്പോൾ കേൾക്കാൻ നല്ല സുഖമുണ്ട്, എനിക്ക് പറയാനും നല്ല സുഖമുണ്ടായിരുന്നു. പക്ഷെ ഇതിങ്ങനെയല്ല ആക്ച്വലി. ഇപ്പം ഞാൻ നിങ്ങളുടെ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാനിങ്ങനെ ഒരു 40x സ്പീഡിലിട്ട് പറയുന്ന പോലെയല്ല കാര്യങ്ങൾ വി ഹാവ് ടു വർക്ക് ഡീപ്പ് റൂട്ടഡ്ലി. 10-12 വർഷങ്ങൾക്ക് മുന്നേ ഞാനും ഫവാസും നിങ്ങളുടെ MP സാറ് ഒരേ ക്ലാസ്സിലിരുന്ന് ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുമ്പോൾ, യു നോ ഹൂ ഈസ് ഫവാസ്? മെഡിസിനും എൻജിനീയറിങ്ങും ഒന്നിച്ച് ക്വാളിഫൈ ചെയ്ത്, മെഡിസിന് ഓൾ ഇന്ത്യ 21, എൻജിനീയറിംഗ് IIT പ്രവേശനം, അങ്ങനെ റാങ്ക് കിട്ടിയ ഞങ്ങളുടെ കൂട്ടത്തിൽ സൂപ്പർ സ്റ്റാറാണ് ഫവാസ്. യു നോ ദാറ്റ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും ഇപ്പോൾ ഒരു അമ്മ പറഞ്ഞു, യുവർ ടീച്ചേഴ്സ് വിൽ ബി യുവർ സൂപ്പർ സ്റ്റാർ. ദാറ്റ്സ് വെരി റൈറ്റ്. അതുകൊണ്ടാണ് ഫവാസ് വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള പല പ്രൊഫഷൻ അവന് പോയെങ്കിലും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളത്. ഐ എം പ്രൗഡ് ഓഫ് മൈ ഉപ്പ. ഐ ഓൾവേസ് സീ ഹിം, വാണ്ട് ടു സ്റ്റഡി ഫ്രം ഹിം. യു ഓൾവേസ് അഷ്യൂർ ദാറ്റ് യു ഫോൾ n times ബട്ട് യു റേസ് n+1 times. എന്താണ് ആപ്പിളിൻ്റെ CEO പറഞ്ഞിട്ടുള്ളത്? ഐ ഹാവ് ട്രൈഡ് മൈ ബെസ്റ്റ്. ഐ ഫെയിൽ ബട്ട് ഐ വിൽ തിങ്ക് ദാറ്റ് ഐ ഹാവ് ട്രൈഡ് മൈ ബെസ്റ്റ്. അതാണ് നമുക്കൊക്കെ വേണ്ടത്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഐ വാസ് ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്. ഞാൻ യൂണിവേഴ്സലിൽ വന്ന് ഒരു 2 years പഠിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ക്യാപ്പബിലിറ്റീസ്, എൻ്റെ കഴിവ് ഞാൻ ആക്ച്വലി മനസ്സിലാക്കിയെടുക്കുന്നത്. എൻ്റെ ക്യാരക്ടറിനെ വളരെയധികം മോൾഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു 2 വർഷമാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. ഞാൻ പഠിക്കുന്ന കാലത്ത് എവിടെയായിരുന്നു? യൂണിവേഴ്സൽ ചങ്കുവെട്ടി സെൻട്രലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് കഴിഞ്ഞ 23 വർഷം വരെ നടന്നു വന്ന് ഇവിടെ എത്തിയ യാത്ര ഞാൻ ആക്ച്വലി കണ്ടിട്ടുള്ള ആളാണ്. അതിലുണ്ടായിട്ടുള്ള ഫെയിലിയേഴ്സും അതിലുണ്ടായിട്ടുള്ള സക്സസ്സും ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. സോ ഫ്രം ദാറ്റ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ 40x സ്പീഡിൽ പറയുമ്പോൾ നല്ല രസമുള്ള കാര്യമാണ്. യു ഹാവ് സീൻ മീ വിത്ത് മൈ കിഡ്. സോ ഐ ബിക്കെയിം pregnant, I had my maternity, I had all her temper tantrums, all these through periods. Within my PG, I was doing PG with her. I was prioritizing my time. I have to give my time to my family, my PG, my profession, my career. അപ്പോൾ അതിലോട്ടൊക്കെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് എനിക്ക് എൻ്റെ ടൈമും ഇതും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും മുന്നിൽ എന്താ ചെയ്യുക എന്നറിയാതെ ഇരുന്നിട്ടുണ്ട്. എന്നിട്ടും ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ആ നിശ്ചയദാർഢ്യത്തോടെ ഇതുവരെ എത്താൻ കഴിഞ്ഞുവെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു സ്റ്റുഡൻറ്റിന് യു ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് യു ക്യാൻ അച്ചീവ്. മനസ്സിലായോ? ഞാൻ എൻ്റെ ഫസ്റ്റ് +2 കൂടെ പഠിച്ചപ്പോൾ എൻജിനീയറിംഗ് ആയിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഐ വാസ് ഈവൻ നോട്ട് ഷുവർ ഐ ഷുഡ് കം ഇൻ ടു ദിസ് പ്രൊഫഷൻ. സോ അത് കഴിഞ്ഞ് ഞാനത് റിയലൈസ് ചെയ്ത് ഞാനത് എടുത്തു വരാൻ ഞാൻ വീണ്ടും 1 വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. സോ അന്നത്തെ കാലത്തെ കോമ്പറ്റീഷൻ അല്ല ഇതെന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. ബട്ട് ദ ബേസിക് തിങ്സ് ഹാവ് നോട്ട് ചേഞ്ച്ഡ്. ബേസിക് തിങ്സ് ഇതിലൊന്നേ ഉള്ളൂ. your attitude, your skill and the 100% devotion you give to what you do. ഇനിയിപ്പോൾ ഇതിനോട്ട് മേലോട്ടായാലും ഇവിടെ ഫെയിലായിട്ട് ഇനിയും ഈ പാത്തിലോട്ട് വരാൻ ശക്തിയില്ലാത്ത ചിലരുണ്ടാവും. അതിന് കഴിവുള്ളവരും ഉള്ളവരും ഉണ്ടാവും. അപ്പോൾ ഇതൊരു കോമ്പറ്റേറ്റീവ് വേൾഡാണ്. അപ്പോൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിലോട്ട് വരാൻ നിൽക്കുന്ന എല്ലാ പിള്ളേരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളെ തന്നെ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം. ഇതിപ്പോൾ നിങ്ങൾ ഈ മെഡിക്കൽ എൻട്രൻസിലോട്ട് മാത്രമൊന്നുമല്ല വരുമ്പോൾ ഇത് ഇത്രയും കോമ്പറ്റേറ്റീവ്. യു വിൽ സീ ദാറ്റ് ടു എവറി ഫീൽഡ് ഇറ്റ്സ് കോമ്പറ്റേറ്റീവ്. നിങ്ങൾ വിചാരിക്കും സോ മാം സേസ് ദിസ് ഇസ് വെരി കോമ്പറ്റേറ്റീവ്, സോ ഐ വിൽ ചൂസ് സംതിങ് അതർ വെൽ. അങ്ങനെയാണ് എല്ലാ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനും ചിന്തിക്കുന്നത്. എന്തിനാ കാശുണ്ടാക്കാൻ ഇത്ര കഷ്ടപ്പെടുന്നത്? കാശുണ്ടാക്കാനല്ല മക്കളെ MBBSന് വരുന്നത്. ഇഫ് യു ഹാവ് എ പാഷൻ and if you are willing to pursue it, you come to this. ആ ഒരു ലക്ഷ്യത്തോടെ ഇതിലോട്ട് വരണ്ട. മാത്രമല്ല ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. കാശ് ഉണ്ടാക്കാം കേട്ടോ, ഞാനങ്ങനെ ഡിസ്കറേജ് ചെയ്യല്ല. നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഏർണിങ്സിനുള്ള കാശ് ഉണ്ടാക്കാം. പിന്നെ ഇതിലും തന്നെ നമുക്ക് ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ മേലോട്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളതും നമ്മുടേതായ ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ അതിൽ വർക്ക് ചെയ്ത് വരണം. ബട്ട് ഇറ്റ് ടേക്സ് ടൈം.
It takes long 12 years for me. It will take some time. So you have seen that doctors are the best entrepreneurs. ഏറ്റവും നല്ല ബിസിനസ് പേഴ്സൺസ് ഡോക്ടേഴ്സ് ആണെന്നാ പറയാം. എന്താ കാര്യം? പെർസിവിയറൻസ്, അതിൽ നിൽക്കാനുള്ള കഴിവ്. അപ്പോൾ ആ കഴിവ് ആർക്കുണ്ട്? ഡോക്ടേഴ്സിനുണ്ട്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാനിതിൽ നിൽക്കുന്നില്ലേ? അതാണ്, അത്രയും കാലം നമ്മൾ അതിനെ പെർസിവിയർ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ യു യങ് ബഡിങ് ഡോക്ടേഴ്സ്, I am saying that you be passionate about your job. Okay, be passionate about your job. അപ്പോൾ MBBS കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഹെൽ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ഇത് MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ് DM കഴിഞ്ഞ് അങ്ങനെ തന്നെ പോകണം എന്നില്ല. നിങ്ങളുടെ ഫെയിലിയേഴ്സിൽ നിന്ന് നിങ്ങൾ പഠിക്കുക, എന്നിട്ട് നിങ്ങൾ N+1th ടൈം റേസ് ചെയ്യുക. അപ്പോഴാണ് സക്സസ് വിൽ കം. ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, എല്ലാ കുട്ടികൾക്കും എനിക്കും ഫെയിലിയറിനെ പേടിയായിരുന്നു. തോൽക്കാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? പേടിക്കരുത്. തോൽക്കാൻ പേടിയില്ലാത്തവരാണ് ജയിച്ചിട്ടുള്ളവരൊക്കെ. മനസ്സിലായോ? അല്ലെങ്കിൽ തോറ്റു കഴിഞ്ഞാൽ പിന്മാറാത്തവരാണ് ജയിച്ചിട്ടുള്ളവരൊക്കെ. തോൽവിയാണ് ജയത്തിലോട്ടുള്ള ചവിട്ടുപടി. ഐ സേ അഗെയിൻ ദാറ്റ് ഫെയിലിയർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു യുവർ സക്സസ്. അത് നേരിട്ടും കണ്ടിട്ടും കുറേ ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. എൻ്റെ കൂടെ എൻ്റെ PG ആയിട്ട് ഉണ്ടായിരുന്ന ഒരു PG ഉണ്ട്, MD പീഡിയാട്രിക്സിന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ. വി വർ റൂംമേറ്റ്സ്. ഷീ ഈസ് ഫ്രം എ വെരി നോർമൽ ഫാമിലി. സോ ഷീ സേസ് ദാറ്റ്, സുമി, ഞാൻ അന്ന് യൂണിവേഴ്സലിൽ ആ +1 +2 വന്ന് ചേർന്നിട്ടില്ലെങ്കിൽ ഞാനില്ല ആക്ച്വലി. അപ്പോൾ അത് എത്ര കാലങ്ങൾക്ക് മുൻപ് അറിയോ? അവൾ എൻ്റെയും 1 വർഷം സീനിയറായിട്ട് പഠിച്ചിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ആൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വളരെ മനസ്സിൽ നിന്ന് പറയുന്ന വാക്കാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഈ മലബാർ ഏരിയയിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും കാര്യമായിട്ടില്ല. അവിടെ ആ ഒരു ഇതിൽ നിന്ന് ഒരു 23 വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണിത്. സോ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഗെറ്റ് യുവർ ഡിസിഷൻസ് ഫേം, ബോൾഡ്, തിങ്ക് കറക്റ്റ്ലി ആൻഡ് ഡൂ ഗുഡ്. ആദ്യം കമ്പാരിസൺ ഒഴിവാക്കുക. We cannot compare our lives to anyone. Okay, comparison ഒഴിവാക്കുക. ഫെയിലിയറിനെ പേടിക്കാതിരിക്കുക. സക്സസ് വിൽ ബി യുവേഴ്സ്. ഓക്കെ, ബൈ.